ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പിങ്കീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പുതിയ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു സ്പെഷ്യൽ ചിക്കൻ കറി. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ഒട്ടും വെറുപ്പിക്കാണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയായാലും പാം ഓയിലിനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതായാലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ചിക്കന്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു വലിയ 2 സബോള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 2 തരത്തിൽ നമുക്ക് ഫ്രൈ ചെയ്യാം, സാലോ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം വേണ്ടി വരും. അപ്പം അത് ഒരു സൈഡിലിരുന്നൊന്ന് ഫ്രൈ ആകട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി ചിക്കൻ്റെ പരിപാടിക്ക് വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാലയുടെ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രാമ്പൂവും പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി അടുപ്പത്തിരിക്കുവാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകാൻ പാടില്ല. അത് ഇളക്കിയില്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടി നോക്കണം കേട്ടോ ഇത് ചെയ്യുന്നതിനിടയ്ക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് പച്ചമണം മാറി കിട്ടണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 കിലോ ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ഒഴിച്ചിട്ട്, ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ. അതുപോലെ തന്നെ തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് പച്ചമുളകും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വെക്കണം. അപ്പോൾ അതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ സബോളയിൽ ഇട്ടിട്ടുണ്ട്, അതിന് നോക്കിയിട്ട് മാത്രമേ നമ്മുടെ ചിക്കൻ ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ കുരുമുളക് പൊടി ആരും മറക്കരുത്, അതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു അട്രാക്ഷൻ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിം വെക്കരുത്, ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ആ ഒരു ചിക്കൻ്റെ ഇത് മാറി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഒനിയനും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രൈ ആയ ഒനിയൻ ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ആ ഒനിയൻ്റെയൊക്കെ ടേസ്റ്റ് വന്നിട്ട് നമ്മുടെ ചിക്കൻ കറിയുടെ ആ ഒരു ടേസ്റ്റും രൂപവും ഒക്കെ തന്നെ മാറാൻ പോകുന്നത്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ഫ്രൈ ആയ ഒനിയൻ്റെ ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ്, കറിയുടെ ടേസ്റ്റ് മാറ്റിമറിക്കുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതും ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ നമ്മുടെ ചിക്കനിൽ നമ്മുടെ ഒനിയൻ്റെ ഫ്രൈഡ് ഒനിയൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിൽ പിടിക്കത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചിക്കൻ മസാലയാണ്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ കറി വേണം ഒരുപാട് കറി വേണം എന്നുള്ള ആൾക്കാർക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ല കറി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും വെച്ചാൽ പറ്റിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ എനിക്ക് അത്യാവശ്യം കറി വേണ്ടതാണ്. ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാർ, ഇങ്ങനെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി പോകും. അത്ര ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ എന്ന് പറയുന്നത് കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര ടേസ്റ്റാണ്. ആ ഫ്രൈഡ് ചിക്കൻ്റെ ആ ഫ്രൈഡ് ഒനിയൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. കാരണം ബാക്കി നമ്മുടെ എല്ലാ മസാലയും നല്ലവണ്ണം വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ
സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, കാണുമ്പോൾ തന്നെ നാവിൽ കൊതി വരും. നമ്മുടെ ചിക്കൻ ഈ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. പിന്നെ കൂടി വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തതിന്. അപ്പോൾ ഇനിയും വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.